ചെന്നൈയിലെത്തിയ സന്തോഷത്തിൽ സ്പെഷ്യൽ ബക്കറ്റ് കൂളിയും കഴിഞ്ഞ് ഇന്ന് നീലൂട്ടൻ കഴിക്കുന്നത് റാഗി കുറുക്കിയതും പഴവുമാണ്. നീലൂട്ടന്റെ സോൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്തപ്പോൾ തന്നെ കുറെ പേര് വന്ന് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലിക്കോൺ സ്പൂൺ യൂസ് ചെയ്യാനായിട്ട്. ഓൾറെഡി സോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാലും അതൊന്നും ആ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഡെലിവർ ആയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ ഫുഡ് അടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ വിശക്കാൻ തുടങ്ങി. നമ്മൾ അവിടെയുള്ള നിത്യ അമൃതം റെസ്റ്റോറന്റിലാണ് പോയത്. നല്ല ഫുഡായിരുന്നു. അവരുടെ കേസരി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. തൊട്ട് മുമ്പുള്ള ദിവസം ഫുൾ ട്രാവൽ ആയത് കാരണം നീലോട്ടന്റെ ഉറക്കം ഒന്നും ശരിയായിട്ടില്ലായിരുന്നു. സോ മോർണിംഗ് ടൈമിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നല്ലപോലെ റെസ്റ്റ് എടുത്തു. കുഞ്ചൻ ജോലിക്ക് പോയിട്ട് വരുന്നത് വരെ കാത്തിരുന്ന് ഈവനിങ് ആയപ്പോഴത്തേക്കിനും നമ്മൾ എല്ലാവരും കൂടി മറീന ബീച്ചിൽ പോയെ. ഇവര് താമസിക്കുന്നതിന് തൊട്ടടുത്താണ് മറീന ബീച്ചെങ്കിലും നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നല്ല അടിപൊളി മഴ പെയ്തു. നാട്ടിൽ വെച്ചിട്ട് പലതവണ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ബീച്ച് കാണിക്കാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നടന്നിട്ടേ ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും കുഞ്ഞിന് ആദ്യമായിട്ട് പോകാൻ വേണ്ടി വിധിച്ചിരുന്നത് മറീന ബീച്ച് ആയിരുന്നു തോന്നുന്നു. ഓൾറെഡി നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയത് കാരണം വേറെ എങ്ങും പോവാൻ നിന്നില്ല. പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ സൈത്തൂൺ റെസ്റ്റോറന്റിലാണ് കയറിയത്. ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. ബാർബിക്യൂ ചിക്കൻ ആയിരുന്നു നമ്മുടെ ഫേവറേറ്റ്. ആൻഡ് പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ റെസ്റ്റോറന്റിൽ പോകുമ്പോഴത്തേന് നീലൂട്ടൻ അടങ്ങി നല്ല മിടുക്കനായിട്ടിരിക്കും. പക്ഷെ ഇത്തവണ അവൻ എന്തോ ഉറങ്ങാനുള്ള ടൈമൊക്കെ ആയത് കാരണം കുറച്ച് ബഹളമായിരുന്നു. ഇനിയിപ്പോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ എല്ലാവരും കൂടി പോണ്ടിച്ചേരി പോവാണ്. അവിടെ നമ്മളൊരു പ്രോപ്പർട്ടി ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോണ്ടിച്ചേരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.